കീച്ചേരിക്കടവ് പാലത്തിന്റെ ഗഡർ തകർന്നു വീണ് രണ്ടുപേർ മരിച്ച സംഭവം പ്രിയപ്പെട്ട പ്രേക്ഷകർ ഓർക്കുന്നുണ്ടാവും. എന്തായാലും ഇത് വളരെ അപ്രതീക്ഷിതമായ സംഭവമാണ്. വിദേശ നാടുകളിലും ഉത്തരേന്ത്യയിലൊക്കെ ചിലയിടങ്ങളിലൊക്കെ സംഭവിച്ച കാര്യം കേരളത്തിലെ ഈ പാലം നിർമ്മാണത്തിലും സംഭവിക്കുന്നു എന്നുള്ളത് നമ്മുടെ നാട്ടുകാരെ നടുക്കിയിട്ടുണ്ട്. നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണ് ഈ അപകട കാരണമെന്നാണ് നാട്ടുകാർ ഇപ്പോൾ പറയുന്നത്. അപാകതകൾ ചൂണ്ടിക്കാണിച്ച് പരാതികൾ കൊടുത്തു, ഉത്തരവാദപ്പെട്ടവർ അവഗണിച്ചു എന്നുള്ളതാണ് പ്രിയപ്പെട്ട നാട്ടുകാർ പറയുന്നത്. അവരുടെ ചില പ്രതികരണങ്ങൾ. ആദ്യം മുതൽ തന്നെ ഈ പാലം പണിയുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ സുരക്ഷാ നടപടികളും സ്വീകരിക്കേണ്ടതാണ് ഈ പാലം പണി തുടങ്ങിയത് തന്നെ. അത് ഇവിടുത്തെ നാട്ടുകാർ സമയാസമയം കൃത്യമായിട്ട് ഇവിടുത്തെ നാട്ടുകാരത് പാലം പണിയുടെ അധികൃതരെ ബോധിപ്പിക്കുകയും അതിൻ്റെ സൂപ്പർവൈസേഴ്സിനെ കൃത്യമായി അറിയിപ്പിക്കുകയും ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോഴൊക്കെ അവർ പറയുന്നത് ഞങ്ങളുടെ AE എന്താണ് തീരുമാനം എടുക്കുന്നത് അതനുസരിച്ച് കൊണ്ടുപോകുമെന്നായിരുന്നു. വിഷ്ണു സുരേഷ് ഈ പാലത്തിന്റെ സമീപം നിന്ന് നമുക്കിപ്പം ചേരുകയാണ്. ഈ രണ്ടുപേരുടെ മരണത്തിന് ഒരു പാലം അപകടത്തിൽ കാരണമായി എന്നുള്ളത് ചെറിയ കാര്യമല്ല. പറയൂ വിഷ്ണു, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. കേരളത്തിലാണ് PWD നിർമ്മിക്കുന്ന പാലമാണ്. അതിന്റെ ഗർഡർ തകർന്നാണ് 2 പേർക്ക് ജീവൻ നഷ്ടമായത്. ഈ ദൃശ്യങ്ങളിൽ കാണുന്നതാണ് ആ പാലം. ആ പാലത്തിന്റെ ഒരു ഗർഡർ, അപ്പുറത്തെ ഗർഡർ ഇപ്പോഴും അവിടെ ഉണ്ട്. മറ്റേ ഗർഡർ ഇന്നലെ സ്ഥാപിക്കുന്നതിനിടയിലാണ് ആ ഗർഡർ പൂർണ്ണമായും ഇടിഞ്ഞ് ഈ അച്ചൻകോവിലാറ്റിലേക്ക് വീഴുകയും അത് ഏർപ്പെട്ടിരുന്ന തൊഴിലാളികൾ വെള്ളത്തിൽ വീഴുകയും ചെയ്തത്. 8 പേരുണ്ടായിരുന്നു. അതിൽ 2 പേരുടെ ജീവനാണ് നഷ്ടപ്പെട്ടത്. ബിനു, അതോടൊപ്പം തന്നെ രാഘവ് കാർത്തിക്, 2 പേരുടെ ജീവൻ നഷ്ടമായി. നാട്ടുകാർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആക്ഷേപം, ഈ പാലത്തിന്റെ നിർമ്മാണ ഘട്ടം മുതൽ തന്നെ PWD പലതവണ പറഞ്ഞിട്ടുണ്ട് ഈ പാലത്തിന്റെ അലൈൻമെന്റ് ശരിയല്ല, ഇതിന്റെ സ്ഥലമെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. പക്ഷേ അതൊന്നും കേൾക്കാതെ ഏകപക്ഷീയമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് PWD നിർമ്മാണം മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു. അതാണ് ഈ അപകടം വിളിച്ചു വരുത്തിയത് എന്നാണ് മെമ്പർ അടക്കമുള്ള ആളുകളും ഈ പ്രദേശവാസികളും പറയുന്നത്. ഇന്നലെ ഇവിടെ ഈ വെള്ളത്തിൽ പോയ ആളുകളെ അവരെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ പോലും ഉണ്ടായില്ല, അല്ലെങ്കിൽ അതിനൊരു ശ്രമം പോലും ഉണ്ടായില്ല എന്ന ആക്ഷേപം കൂടി ഉയർത്തുന്നുണ്ട്. നാട്ടുകാരെ അറിയിക്കാതെ തന്നെ ആ 4 പേരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടികളൊക്കെ ഉണ്ടായി എന്നും അവർ പറയുന്നുണ്ട്. ഇനി ഈ പാലത്തിന്റെ നിർമ്മാണം പുനരാരംഭിക്കണമെങ്കിൽ കൃത്യമായ കൂടിയാലോചനകൾ നടത്തി അതിൽ സുരക്ഷാ മാർഗങ്ങളൊക്കെ ഉറപ്പാക്കിയ ശേഷം മാത്രം പറ്റൂ എന്നുള്ളതാണ് നാട്ടുകാരുടെ നിലവിലുള്ള നിലപാട്. PWD വിഷയവുമായി ബന്ധപ്പെട്ട് അടിയന്തര റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ PWD പറയുന്ന ഒരു പാലം തകർന്നു വീണാണ് ഈ അപകടം സംഭവിച്ചിട്ടുള്ളത്. അതിൽ കൃത്യമായ നടപടി വേണം. 2 കുടുംബങ്ങളുടെ പ്രധാനപ്പെട്ട അത്താണിയാണ് ഈ മരിച്ച 2 പേരും. അതുകൊണ്ട് ആ കുടുംബങ്ങൾക്ക് നീതി ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനും PWD വകുപ്പിനുമുണ്ട്. അത് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.